സ്നേഹവാനും കാരണവാനുമായ ദൈവമേ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസത്തെ കൺവെൻഷനിൽ കർത്താവെ നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം കേൾക്കുവാനും കർത്താവെ ദൈവമായുള്ള ബന്ധത്തിൽ നീ എവിടെയാകുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കർത്താവെ ഞങ്ങൾ കേൾക്കുവാനും കർത്താവെ ഞങ്ങൾ ദൈവത്തോട് കൂടെ ഉണ്ടെന്ന് കർത്താവെ പറയുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിവസത്തെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. വരാൻ സാധിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്നത്തെ വചനഘോഷം നടത്തുന്ന പി തോമസ് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന് കർത്താവെ വചനം വാരി വിതറുവാൻ വേണ്ടിയുള്ള കൃപ ദൈവമേ നീ കൊടുത്തിരിക്കുകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. അത് കേൾക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കർത്താവെ വെറും ഒരു കൺവെൻഷൻ വന്ന് സംബന്ധിക്കുന്നതല്ല, മറിച്ച് അതിലെ കാര്യങ്ങൾ കർത്താവെ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ വേണ്ടി കർത്താവെ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ കൺവെൻഷൻ അനുഗ്രഹപ്രദമായിരിക്കുവാൻ ദൈവമേ നീ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സാബു ശാമുവേൽ അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങളൊക്കെ കർത്താവെ ചെയ്യുവാൻ വേണ്ടി കർത്താവെ നിന്റെ മകനെ നീ കർത്താവെ ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ എന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവെ നിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കൺവെൻഷനായി തീരുവാൻ ദൈവമേ നീ ഇടയാക്കണമേ. ചോദിച്ചാൽ പല നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്ന കൃപയോട് കൂടി കേൾക്കുമാറാണ്. ഇത്രയും സ്നേഹ ബഹുമാനമുള്ള സാബു സാമുവേൽ അച്ഛൻ, വെല്ലിംഗ്ടൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിലെ ചുമതലക്കാരെ, അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പുതുതായി രൂപീകൃതമായ വെല്ലിംഗ്ടൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ ആദ്യ വാർഷിക കൺവെൻഷനിൽ ദൈവവചനം പങ്കിടുവാനായി ദൈവനമ്പുരാൻ എനിക്ക് തന്ന നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് എല്ലാവരോടുമുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ആ ഇടവകയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സാബു സാമുവേൽ അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹമാകാനായി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ അംഗങ്ങളെയും ഞാൻ ഈ ദിവസങ്ങളിൽ ഈ സൂമിലൂടെ കണ്ട ആളുകളൊക്കെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം പ്രാപിച്ച ഒരു യുവതലമുറയാണ്. പ്രായമായ ചില ആളുകളുമുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ഇടവകയെ വിവിധ തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുകയും നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുകയും ഈ പുതിയ ഇടവക ആ പ്രദേശത്ത് അനേകർക്ക് ജീവന്റെ വെളിച്ചം നൽകുന്ന വെളിച്ചത്തിന്റെ സ്രോതസ്സായി നിൽക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വേദപുസ്തകത്തിലെ ആദ്യത്തെ 2 ചോദ്യങ്ങൾ, ദൈവം തമ്പുരാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് നമ്മുടെ കൺവെൻഷന്റെ ധ്യാന വിഷയം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം ചോദിച്ച ആദ്യത്തെ ചോദ്യം, വേർ ആർ യു എന്ന ചോദ്യം കഴിഞ്ഞ രാത്രി നമ്മൾ വിശദമായി വിശകലനം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഞാൻ വിചാരിക്കുന്നു, ദൈവവചനം കേട്ട ഓരോ മനുഷ്യരും തങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എവിടെയാണ് എന്ന് ഒരാത്മശോധന ചെയ്യാൻ ആ പ്രസംഗം പര്യാപ്തമായി ഞാൻ വിചാരിക്കുന്നു. അതാരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉള്ളത് കേൾക്കുകയും മനനം ചെയ്യുകയും. ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്, നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് എന്തുമാത്രം അകലെയാണ് എന്ന് നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നതിന് ആ ദൈവവചന ഘോഷണം ഉപയോഗപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലം വർദ്ധിക്കും തോറും മരണാവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ജീവിച്ചിരുന്നത് തന്നെ മരിച്ചുപോയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്നും ഓരോ പടി അകലും തോറും നമ്മൾ മരണത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന ബോധം നമുക്ക് വേണം. മരണം എന്ന് പറയുമ്പോൾ ഭൗതികമായ ഒരു മരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നിത്യജീവൻ പോലും അർഹതയില്ലാത്ത വിധം നമ്മൾ നിത്യദണ്ഡനത്തിലേക്ക് പോകുമെന്ന യാഥാർത്ഥ്യം മറക്കരുത്. അതുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് 2ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് 2ാമത്തെ ചോദ്യം.
Then the Lord said to Cain, where is Abel, your brother? And he said, I do not know. Am I my brother's keeper? This question, where is your brother? ഇതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. The question, where is your brother, talks about human relationship with fellow humanity. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വെല്ലിംഗ്ടൺ ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ ആദ്യ വാർഷിക കൺവെൻഷന്റെ സമാപന രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനത്തിന് ചുറ്റും ഇരിക്കുകയാണ്. സ്വർഗമേ, ഞങ്ങളോട് കനിവ് കാണിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ വചനം ഇതിനെ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുവാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണമേ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ദൈവവചനം യഥാർത്ഥമായി മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ട വലിയ ദയക്കായി സ്തോത്രം, യേശുവിന്റെ ധന്യ നാമത്തിൽ തന്നെ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിൽ ഒരു കൺവെൻഷന് പോയി. അവിടുത്തെ സുപ്രസിദ്ധമായ ഹോളി ട്രിനിറ്റി ചർച്ചിൽ ഒരുപാട് ഹോളുകളുള്ള ഒരു വലിയ വിശാലമായ ചർച്ച് കോംപ്ലക്സ് ആണല്ലോ ഹോളി ട്രിനിറ്റി ചർച്ച്. അവിടെ നമ്മുടെ ദുബായ് മാർത്തോമ ഇടവകയുടെ കൺവെൻഷനിൽ പ്രസംഗിക്കാനാണ് ഞാൻ പോയത്. ഒരു ദിവസം നമ്മുടെ ഈ ഹാളിന്റെ തൊട്ടടുത്ത മറ്റൊരു ഹാളിൽ ലോകപ്രസിദ്ധനായ ബിഷപ്പ് ഡെസ്മണ്ട് ടുറ്റു പ്രസംഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും എൻ്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ കാണാൻ എനിക്കൊരു അവസരം ലഭിക്കുകയും ചെയ്തു. ലോകത്തിലുള്ള സകല മനുഷ്യരും കാണാൻ കൊതിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, ലോക ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാവരും മാനിക്കപ്പെടുന്ന ഒരു മാന്യദേഹമാണ് ബിഷപ്പ് ഡെസ്മണ്ട് ടുറ്റു ഫ്രം സൗത്ത് ആഫ്രിക്ക. അദ്ദേഹവും ഞാനും എൻ്റെ കുറെ സുഹൃത്തുക്കളുമായി ആ ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തെക്കുറിച്ചും പ്രത്യേകിച്ച് വെളുത്ത വർഗക്കാരായ ക്രിസ്ത്യാനികൾ കറുത്ത വർഗക്കാരായ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചും മറ്റും സംസാരിക്കുകയുണ്ടായി. സംസാര മധ്യേ ഒരാള് ചോദിച്ചു, ബിഷപ്പ്, ആസ് ക്രിസ്ത്യൻസ് ആർ വി നോട്ട് റെസ്പോൺസിബിൾ ഫോർ അതർ ബിലീവേഴ്സ്? മറ്റൊരാൾ ചോദ്യം കുറെ കൂടെ കോൺക്രീറ്റ് ആയി അദ്ദേഹത്തോട് ചോദിച്ചു, ആർ വി നോട്ട് കീപ്പേഴ്സ് ഓഫ് അവർ ബ്രദേഴ്സ്? ഉടനെ ബിഷപ്പ് ഡെസ്മണ്ട് ടുറ്റു പറഞ്ഞ മറുപടി, വി മസ്റ്റ് ബി മോർ ദാൻ അവർ ബ്രദേഴ്സ് ബ്രദേഴ്സ്, സോറി, വി മസ്റ്റ് ബി മോർ ദാൻ അവർ ബ്രദേഴ്സ് കീപ്പേഴ്സ്. അദ്ദേഹം തുടരുകയാണ്, വി മസ്റ്റ് ബി അവർ ബ്രദേഴ്സ് ബ്രദേഴ്സ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കൊച്ചു വാചകമാണ്. വി മസ്റ്റ് ബി അവർ ബ്രദേഴ്സ് ബ്രദേഴ്സ്. ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 17-ാം വാക്യം ഓർമ്മയിൽ വന്നത്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു എന്നതാണ് ആ വാക്ക്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വായിച്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ന്യായശാസ്ത്രിയും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ന്യായശാസ്ത്രി യേശുവിനോട്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. യേശു കർത്താവിന്റെ ലളിതമായ മറുപടി, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പാലിച്ചാൽ മതി എന്നവനോട് പറയുകയാണ്. ഉടനെ അവൻ യേശുവിനെ പരീക്ഷിക്കുവാനും തന്നെത്താൻ നീതീകരിക്കുവാനുമായി ഒരു ചോദ്യം ചോദിക്കും, എന്റെ കൂട്ടുകാരൻ ആരാണ്? ഹൂ ഈസ് മൈ ഫ്രണ്ട്? അതിന് മറുപടിയായി യേശു അവനോട് ഒരു കഥ പറഞ്ഞു. ഈ വേദഭാഗം നമ്മുടെ കുറിവാക്യത്തിലെ കയ്യിന്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ആ കഥയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം
28 മുതൽ 34 വരെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലും ഈ സംഭവം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 3 സുവിശേഷകരും മറ്റൊരു ഭാഗത്തും നിത്യജീവൻ അന്വേഷിച്ചു വരുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെ, മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 25 വരെ എന്നിവയാണ് ആ വേദഭാഗം. ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ 6 വേദഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ചെടുത്ത് വെച്ച് വായിച്ചാൽ ഈ യേശുവിന്റെ അടുത്ത് വന്ന മനുഷ്യനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ചില സൂചനകൾ കിട്ടും. മത്തായി അയാളെ ന്യായപ്രമാണ വിദഗ്ധനായ യുവാവ് എന്നും, മർക്കോസ് ആവട്ടെ ധനവാൻ എന്നും, ലൂക്കോസ് ആവട്ടെ മഹാധനവാനായ പ്രമാണി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിവരണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഈ മനുഷ്യൻ ഒരു യുവാവാണ്, പണ്ഡിതനാണ്, മഹാധനവാനാണ്, പ്രമാണിയാണ്. ഞാൻ അതിനെ ഇങ്ങനെ ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഹി വാസ് ഹെൽത്തി ബിക്കോസ് ഹി വാസ് യങ്, ആൻഡ് ഹി വാസ് വെൽത്തി, ആൻഡ് ഹി വാസ് പവർഫുൾ. ചുരുക്കത്തിൽ he was a custodian of the hottest commodities of the day: health, wealth and power. എന്റെ ചിന്ത, നമ്മൾ എല്ലാവരും ഓടുന്നതും അധ്വാനിക്കുന്നതും ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: ഹെൽത്ത്, വെൽത്ത് ആൻഡ് പവർ. ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് നമ്മൾ എല്ലാവരും. എങ്ങനെ കുറെ കൂടെ ആരോഗ്യം ഉണ്ടാക്കാം, അതിനുവേണ്ടിയുള്ള പരാക്രമത്തിലാണ്. മുമ്പ് എങ്ങും ഇല്ലാത്ത വിധം ഇക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാ ഇടവഴികളിലൂടെയും വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേക്ക് കയ്യിൽ വടികളും ഒക്കെയായി സ്ത്രീകളും പുരുഷന്മാരും നടപ്പാണ്. ആരോഗ്യം ഉണ്ടാക്കാനുള്ള വലിയ തത്രപ്പാടിലാണ്. യുവലോകമാകട്ടെ ഇപ്പോൾ ഒരിക്കൽ പോലും കേട്ടുകഴിവില്ലാത്ത വിധം എല്ലാവരും ജിമ്മിലാണ്. അത് നാട്ടിലായാലും, കോന്നിയിലായാലും, റാന്നിയിലായാലും, കോഴഞ്ചേരിയിലായാലും, തുമ്പോണായാലും എല്ലാ ചെറുപ്പക്കാരും ജിമ്മിലാണ്, ആരോഗ്യം ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിലാണ്. ബാക്കി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടത്തിലാണ്. എവിടെ ചെന്നാൽ കുറെ കൂടെ പണം ഉണ്ടാക്കാൻ സമ്മതിക്കും. ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ കുറെ കൂടെ പണം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണ്? അങ്ങനെയാണല്ലോ നമ്മളും വിദേശ രാജ്യങ്ങളൊക്കെ തേടി പോകുന്നത്. കേരളത്തിൽ നിന്നാൽ ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ കുടിയേറുന്നത്. എന്തിനാ ഓടിയത്? പണം ഉണ്ടാക്കാനാണ്. അപ്പൊ നമ്മൾ ആരോഗ്യം ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത പവർ ഉണ്ടാക്കാൻ. എങ്ങനെയെങ്കിലും ചില അധികാരം, സ്ഥാനം, മാനം, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ കേമനാണ് എന്ന് അറിയിക്കാനോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് ഇന്ന് ആരോട് ചോദിച്ചാലും എല്ലാവരും, നമ്മൾ എവിടെ പോയാലും ആരെങ്കിലും വന്ന് പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. അവരോട് ചോദിക്കുക, എന്താണ്, എന്ത് ചെയ്യുന്നു? ഓ, ഞാൻ ഇന്നതിന്റെ പ്രസിഡന്റ് ആണ്, ഞാൻ അതിന്റെ സെക്രട്ടറി ആണ്. ഇപ്പൊ നമ്മുടെ പുതിയൊരു ഇടവക രൂപീകൃതമാവുകയാണ്. ഫെബ്രുവരി മാസത്തിലാണല്ലോ സഭയുടെ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അപ്പൊ അതിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യം, ഞാനാണ് ആദ്യത്തെ സെക്രട്ടറി അല്ലെങ്കിൽ ഞാനാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ഒന്നും മോശമാണെന്നല്ല. പക്ഷെ നമ്മളെല്ലാം ഓടുന്നതും അധ്വാനിക്കുന്നത് ഈ 3 കാര്യത്തിന് വേണ്ടിയാണ്: ഹെൽത്ത്, വെൽത്ത് ആൻഡ് പവർ. എന്നാൽ നമ്മുടെ വേദഭാഗം നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഈ പറഞ്ഞതിന്റെ എല്ലാം അവകാശിയായി ചെറുപ്പക്കാർ, അതായത് ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട്, പവർ ഉണ്ട്, ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യൻ യേശുവിനോട് വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്: നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രൈമ ഫേഷ്യ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ 2 പ്രധാന കാര്യങ്ങൾ നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ആരോഗ്യവും പണവും പദവിയും ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് കരുതുന്നവർക്കൊരു മുന്നറിയിപ്പുണ്ട്. അതായത് ഇതൊന്നുമല്ല പ്രധാനം. അതായത് ആരോഗ്യമോ പണമോ പദവിയോ ഒന്നും അല്ല പ്രധാനം. ഇവയ്ക്കപ്പുറത്ത് പരമപ്രധാനമായ എന്തോ ഉണ്ട്. ഇവന്റെ ചോദ്യത്തെ എടുത്ത് ഉത്തരം പറഞ്ഞാൽ ജീവനേക്കാൾ നിത്യജീവനാണ് പ്രധാനം. ഈ ന്യായശാസ്ത്രിയും
യേശുവും തമ്മിലുള്ള സംവാദത്തിൽ ന്യായശാസ്ത്രിയുടെ ചോദ്യം നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ വിഷയം, നമ്മൾ ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആരോഗ്യമോ പണമോ പദവിയോ എന്ന് പറയുന്ന ജീവന്റെ സകല സംവിധാനങ്ങളെക്കാൾ പ്രധാനം നിത്യജീവനാണ്. ഇനി രണ്ടാമതൊരു വശം, അതായത് ജീവിതത്തിലെല്ലാമായി ആരോഗ്യമുണ്ട്, പണമുണ്ട്, സ്ഥാനമാനമുണ്ട്. ദൈവത്തെ മറന്നും ദൈവത്തെ ശുശ്രൂഷിപ്പാനും ദൈവത്തെ സേവിപ്പാനും അവസരം ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളിൽ ഓടി നടന്ന് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ സ്വർഗം കൂടെ സംഘടിപ്പിക്കാം എന്നുള്ളതാണ് പലരുടെയും പരാക്രമം. ആരോഗ്യവും പണവും പ്രശസ്തിയും എല്ലാം ഉണ്ടാക്കാൻ ദൈവത്തെ മറന്ന് ഓടി നടന്ന്, ദൈവാലയങ്ങളെ മറന്ന്, ദൈവ ആരാധനകളെ മറന്ന്, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടന്ന് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെ സ്വർഗം കൂടെ സംഘടിപ്പിക്കാം? അത് നന്നായി മുതലെടുക്കാനായി സ്വർഗത്തിലേക്ക് വിസ കൊടുക്കാം എന്നും പറഞ്ഞ് അനേകർ പല ഏജൻസികളും ആരംഭിച്ചിട്ടുണ്ട്. ചിലതിന്റെയൊക്കെ പേര് കേട്ടാൽ പോലും മോഹം തോന്നിപ്പോ. അങ്ങനെ ആ കെണിയിൽ ചെന്ന് ചാടി ഉണ്ടാക്കിയ പണം മുഴുവൻ ഈ ദ്രവ്യദാസന്മാർക്ക് കൊടുത്ത ഒരുപാട് എണ്ണത്തിനെ നമ്മുടെ സമൂഹത്തിൽ കാണാം. ഒരു കാലത്ത് ദൈവത്തെ സേവിക്കാതെ, ദൈവത്തെ മറന്ന്, ദേവാലയത്തെ മറന്ന്, ദൈവിക ശുശ്രൂഷകളെയൊക്കെ മറന്ന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെ സ്വർഗം സംഘടിപ്പിക്കാം എന്ന് കൊതിച്ചു നടക്കുന്നവനോട് സ്വർഗം തരാൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൂട്ടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ അടിച്ചു മാറ്റി ഈ ദ്രവ്യദാസന്മാര് കോടീശ്വരന്മാരായ ആധ്യാത്മിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രി എനിക്ക് നിങ്ങളോട് ശക്തമായി ഓർമ്മിപ്പിക്കാനുള്ള ഒരു വിഷയം, എങ്ങനെയാണ് സ്വർഗം സംഘടിപ്പിക്കാൻ കഴിയുക? യേശു അവനോട് ഒരു ചോദ്യം ചോദിച്ചു. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? വാട്ട് ഡസ് ദ ലോ ഓഫ് മോസസ് സേ? ഹൗ ഡു യു റീഡ് ഇറ്റ്? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ന്യായപ്രമാണം അഥവാ തോറ അഥവാ ദ വേർഡ് ഓഫ് ഗോഡ് എന്ത് പറയുന്നു? നീ എങ്ങനെ വായിക്കുന്നു? ദൈവവചന വായനയും മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ വളരെ സങ്കടത്തോടൊരു കാര്യം, വേദപുസ്തകം തെറ്റുകൂടാതെ വായിക്കാൻ പോലും അറിയാത്ത ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം, എന്നെ 100 കണക്കിന് കൺവെൻഷനുകളിൽ പ്രസംഗിക്കാൻ പോകുന്നതാണ്. ഞാൻ ഒരു സങ്കടത്തോടൊരു കാര്യം പറയട്ടെ, ഇന്ന് വരെ ഒരു 99% കൺവെൻഷനുകളിലും വേദഭാഗം വായിക്കാൻ എഴുന്നേറ്റ് വരുന്ന ആളുകൾ അത് പൂർണ്ണമായി ശരിയായി വായിച്ചു. 1% ഞാൻ ബാക്കി വെച്ചത് ചുരുക്കം ചില സ്ഥലങ്ങളിൽ ചില മനുഷ്യരെങ്കിലും കൃത്യമായി വായിക്കാറുണ്ട്. ഒരു തെറ്റെങ്കിലും വരുത്താതെ വേദപുസ്തകം വായിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ കാര്യം മനസ്സിലായോ? ഇതാണ് കർത്താവിന്റെ ചോദ്യം. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കയറിയാൽ നമ്മുടെ മെയിൻ തീമിൽ നിന്ന് മാറിപ്പോകുന്നതിനാൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഒറ്റ വാക്ക് ഓർമ്മിപ്പിക്കുന്നു, ദൈവവചന വായനയും മനസ്സിലാക്കലും വളരെ പ്രധാനപ്പെട്ടത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. 27-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം, ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യവും രണ്ടും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് അയാൾ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നുള്ളൂ. നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവത്തെ സ്നേഹിക്കണം. അതിന് ചില പ്രത്യേകതകളുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവും, അങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. ചുരുക്കി പറയാണ്, ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പൊ യേശു പറഞ്ഞ മറുപടി, ബാക്കി 29, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. യു ആർ റൈറ്റ്, ഡു ദിസ് ആൻഡ് യു വിൽ ലിവ്. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? കേട്ടാൽ വളരെ ലളിതം എന്ന് തോന്നുന്ന ഉത്തരവാണ് യേശു കർത്താവ് പറഞ്ഞത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. യേശു പറഞ്ഞത് നോ ദിസ് എന്നല്ല, ഡു ദിസ് എന്നാണ്. അതായത് അറിഞ്ഞാൽ പോരാ, അത് ചെയ്യുന്നവരാകണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവകാശവാദം പോരാ, അനുഷ്ഠാനം വേണം. കർത്താവ് അത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല,
എന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പറച്ചിലുകാരല്ല, ചെയ്ത്തുകാരെയാണ് ദൈവം തമ്പുരാൻ നോക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അവകാശിയാണെങ്കിൽ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതായത് ന്യായശാസ്ത്രിയോട് യേശു കർത്താവ് പറയുന്നത് ജീവിതം ഒരു ആഘോഷമാണ്, ബന്ധങ്ങളുടെ ആഘോഷമാണ്. അത് ദൈവത്തോടും സമസൃഷ്ടങ്ങളോടും ഒത്തുള്ള ആഘോഷമാണ്. അതുകൊണ്ട് കർത്താവ് അവനോട് ഇങ്ങനെയാ പറയുന്നത്, സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് റിലേഷൻഷിപ്സ്. നമുക്കൊക്കെ സാധാരണ അറിയാവുന്ന ഒരു പ്രയോഗമാണ് എ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. ന്യായപ്രമാണത്തിന്റെ കോർ എന്ന് പറയുന്ന ഇതാണ്. നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ന്യായശാസ്ത്രി പറഞ്ഞ ഉത്തരം യേശു കർത്താവ് എടുത്ത് മനോഹരമായി അവനോട് പറയാണ്, to enter into the eternal life you have to have the horizontal and vertical relationship. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എങ്കിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. എ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് എ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് ഫെലോ ഹ്യൂമാനിറ്റി. Let me repeat that sentence. A vertical relationship with God and a horizontal relationship with humanity. ഈ രണ്ട് വാക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി. വെർട്ടിക്കൽ റിലേഷൻഷിപ്പും ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പും വരുമ്പോൾ എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരം നമുക്ക് കാണാം. രണ്ടും ലവ് ആണ്. ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. അതായത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും സഹ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടും നീ നിന്റെ ജീവിതത്തെ ഒരാഘോഷമാക്കണം. ജീസസ് ഇൻവൈറ്റ്സ് ഹിം ടു പാർട്ടേക്ക് ഇൻ ദ സെലിബ്രേഷൻ ഓഫ് ലൈഫ് by celebrating his life with God and with fellow human beings. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യത്തിലും യേശു അത് വ്യക്തമായി കൊടുക്കുന്നുണ്ട്, എങ്ങനെ ഇത് ചെയ്യാമെന്ന്. യേശു അവനോട് പറയാണ്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അതായത് നിത്യജീവന് വേണ്ടി യേശു ഒരു പുതിയ നിക്ഷേപ പദ്ധതി അവന് പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇന്ന് വരെ ശ്രദ്ധിക്കാതെ പോയ ആ നിക്ഷേപ പദ്ധതി ഞാൻ ഇന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. മലയാളി നിക്ഷേപിച്ചതെല്ലാം പൊളിഞ്ഞു പോയല്ലോ അല്ലെ. ആട്, മാഞ്ചിയും, തേക്ക്, അത് കഴിഞ്ഞ് പിന്നെ ഓറിയന്റൽ, ഇന്റഗ്രേറ്റഡ്, ലിസ്, ടോട്ടൽ ഫോർ യു, പോപ്പുലർ, സരിത, സോളാർ, എന്തൊക്കെയായിരുന്നു, എല്ലാം പൊളിഞ്ഞു പോയി. ഇതിനകത്തെല്ലാം മലയാളി എന്ന വർഗം പോയി നിക്ഷേപിക്കുകയും ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് പരിപാടിയാണ് സുവിശേഷ കച്ചവടം. സുവിശേഷ കച്ചവടത്തിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന വ്യാജ ഏജന്റന്മാരുടെ അടുത്ത് ജീവിതത്തിൽ ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുപോയി സ്വർഗം കിട്ടാൻ വേണ്ടി നിക്ഷേപിച്ച് നാമാവശേഷമായി പോയ ക്രിസ്ത്യാനികളുടെ നാടാണ് കേരളം. അപ്പോൾ കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്താൽ ഇത്തരം നിക്ഷേപ തട്ടിപ്പ് പാർട്ടികൾ ദൈവരാജ്യത്തിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ മുഴുവൻ, പണക്കാരന്റെ മുഴുവൻ പണം അടിച്ചു മാറ്റിയ ഇത്തരം സുവിശേഷ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പൊളിഞ്ഞുപോയി, എല്ലാം പൊളിഞ്ഞുപോയി. ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടീഡ് നിക്ഷേപ പദ്ധതി പരിചയപ്പെടുത്തുകയാണ്. യേശു കർത്താവ് പറഞ്ഞ നിക്ഷേപ പദ്ധതിയാണ്. ഞാൻ അതിന്റെ പേര് ഇങ്ങനെയാണ് പറയുന്നത്, എലിസ് എന്നാണ്. ELIS. എന്താ ഈ നിക്ഷേപ പദ്ധതിയുടെ പേരിന്റെ അർത്ഥം അറിയാമോ? ഇറ്റേണൽ ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ELIS, ഇറ്റേണൽ ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. അതെങ്ങനെയാ സാധിക്കുക? യേശു പറയുകയാണ്, ഈ ഭൂമിയിൽ നിന്റെ ജീവിതം മറ്റുള്ളവരുമായി പങ്കിട്ട് ആഘോഷമാക്കുമ്പോൾ അതിന്റെ ബോണസ് സ്വർഗത്തിൽ നിന്റെ നിത്യജീവന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. സ്വന്തം ജീവനെ വരെ ലോകത്തിന് വേണ്ടി വ്യയം ചെയ്ത് കാൽവറിയിലെ കുരിശ് ഒരു ആഘോഷമാക്കി മാറ്റിയവൻ ആ ചെറുപ്പക്കാരനോടും അതിലൂടെ നമ്മളോടും പറയുകയാണ്, ജീവിതമാവുന്നത് കൂട്ടിവെക്കുന്നതിലൂടെയല്ല, പങ്കിടുന്നതിലൂടെയാണ്, അഥവാ വിതരണം ചെയ്യുന്നതിലൂടെയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും
സ്വർണത്തിലും ബാങ്കിലും ഭൂമിയിലും ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ വിഷാദിച്ച് ദുഃഖിതരായി പൊയ്ക്കളഞ്ഞു എന്നാണ് മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് ആ കഥ അവിടെ അവസാനിപ്പിക്കുന്നു. അത് വളരെ ശ്രദ്ധേയമായ ചില പാഠങ്ങൾ, ആ കഥയുടെ ബാക്കി ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന അമൂല്യ പാഠങ്ങളിലേക്കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വാക്യം 29. തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് അവൻ യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. ദൈവത്തെയും കൂട്ടുകാരനെയും ചെറുപ്പം മുതൽ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അല്പം മുമ്പ് വീമ്പടിച്ചവൻ ഇപ്പൊ ചോദിക്കുകയാണ്, ആരാണ് എന്റെ കൂട്ടുകാരൻ? ഹൂ ഈസ് മൈ ഫ്രണ്ട്? ന്യായപ്രമാണം കാണാതെ അറിയാമെങ്കിലും കൂട്ടുകാരനെ തിരിച്ചറിയാത്തവന് കർത്താവ് തിരിച്ചറിയലിന്റെ ഒരു കഥ ചൊല്ലിക്കൊടുത്തു. നമ്മളൊക്കെ കഥ കേട്ട് വളർന്നവരാണ് അല്ലെ? ഇന്ന് പക്ഷെ ആരും കഥ പറയാറില്ല. അങ്ങനെ നമ്മൾ കഥ പറയാത്തവരായി. പുതിയ തലമുറ കഥ കേൾക്കാറേ ഇല്ല. അതുകൊണ്ട് അവർ കഥ അറിയാത്തവർ. അങ്ങനെ നമ്മൾ ആകെപ്പാടെ കഥയില്ലാത്തവരായി പോയി. അപ്പോൾ നമുക്ക് യേശു പറഞ്ഞ കഥയിലേക്ക് പോകാം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്നു. ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നുമില്ല, പ്രത്യേകത ഒന്നുമില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തിരിച്ചറിയൽ കാർഡോ ആധാർ കാർഡോ ഒന്നുമില്ലാതെ വഴിയാധാരമായി പോയ ഒരു മനുഷ്യനാണ്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കാണ് യാത്ര. എന്താ അതിന്റെ പ്രസക്തി? ഹി വാസ് ട്രാവലിംഗ് ഫ്രം ദ ഹോളി സിറ്റി ടു ദ ബിസിനസ് സിറ്റി. യെരുശലേം ഹോളി സിറ്റിയാണ്, ജെറിക്കോ ബിസിനസ് സിറ്റിയാണ്, വലിയ മാർക്കറ്റ് ഉള്ള സ്ഥലമാണ്. ഇന്നും അവിടെ ഒരു മാർക്കറ്റും ഹോട്ടലും ഒക്കെ ഉണ്ട് ജെറിക്കോയിൽ ചെന്നാൽ നമുക്ക് കാണാം. അപ്പൊ ആ മനുഷ്യൻ ഹോളി സിറ്റിയിൽ നിന്ന് ബിസിനസ് സിറ്റിയിലേക്ക് യാത്ര ചെയ്യുക. ആ മനുഷ്യനോട് അതുവഴി പോയ ചില ആളുകൾ കാണിച്ച മനോഭാവങ്ങളാണ് നമ്മുടെ കഥയുടെ വിഷയം എന്ന് പറയുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം പ്രതിരൂപങ്ങളാണ്, മോഡൽസ് ആണ്, അല്ലെങ്കിൽ പാരഡൈംസ് ആണ്. നമ്മുടെ മനോഭാവം അഥവാ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആക്ഷനിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഈ കൂട്ടരെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഒന്നാമത് നമ്മൾ കാണുന്ന ആറ്റിറ്റ്യൂഡ് കള്ളന്മാരുടെ ആറ്റിറ്റ്യൂഡാണ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ തീവ്സ്. നമുക്ക് കള്ളന്മാരെ ഒന്ന് ശ്രദ്ധിക്കാം. വാക്യം 30 അവരെ കുറിച്ചാണ് പറയുന്നത്. കള്ളന്മാർ അവനെ പിടിച്ചു, വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. അപ്പൊ ഈ കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാവും. ഫോർ ദ തീവ്സ് he was a victim to exploiting the other, victimizing the other. അതാണ് കള്ളന്മാരുടെ ആറ്റിറ്റ്യൂഡ്. For them he was a victim to exploit. അതായത് അവർ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ കയ്യിലുള്ളതെല്ലാം എന്റേതാണ്, ഞാനത് ഏത് മാർഗത്തിലൂടെയും കൈക്കിടാം, അതിനെ ഞാൻ എന്ത് മാർഗം ഉപയോഗിക്കും. മറ്റുള്ളവൻ്റെതും മറ്റുള്ളവൻ അർഹമായതും അടിച്ചു മാറ്റുന്ന പ്രവണത കള്ളന്മാരുടേത്. മോഷണം, അതിരുമാന്തൽ, സഹപ്രവർത്തകന് പാരവയ്ക്കൽ, കള്ളക്കച്ചവടം, സുവിശേഷ കച്ചവടം തുടങ്ങിയ മാർഗങ്ങളിലൂടെ മറ്റുള്ളവൻ്റെതെല്ലാം അടിച്ചു മാറ്റുന്ന കള്ളന്മാരാണ്. exploiting the vulnerability of others. In other words, misusing others for our benefits. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വാചകം, God gave us things to use and people to love. But we live in a world, or we live in a culture where we love things and use people. മറ്റുള്ളവൻ്റെതും മറ്റുള്ളവൻ അർഹമായതും അടിച്ചു മാറ്റാൻ വേണ്ടി അപരനെ ആക്രമിച്ചു, സ്വഭാവ ഹത്യ ചെയ്തു, നുണ പറഞ്ഞു, അധികാര സ്ഥാനങ്ങളെ പ്രീണിപ്പിച്ചു, നേടിയെടുക്കുന്ന പണമോ പദവിയോ അതെന്തായാലും, അത് സഭയിലായാലും സമൂഹത്തിലായാലും, അത് മന്ത്രിയായാലും തന്ത്രിയായാലും, അത് അച്ഛനായാലും
ഐമേനി ആയാലും തിരുമേനി ആയാലും കള്ളന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. മറ്റുള്ളവന് അർഹമായത്, മറ്റുള്ളവന് അവകാശപ്പെട്ടത്, ന്യായമായി മറ്റുള്ളവന് കിട്ടേണ്ടത് അന്യായമായി അടിച്ചു മാറ്റുന്നത് എല്ലാം കള്ളന്മാരുടെ ഗണത്തിൽപ്പെട്ടു. നാം ഈ ഗണത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ രാത്രി ദൈവം തമ്പുരാൻ നമ്മോട് ചോദിക്കുകയാണ്, വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനല്ല ദൈവം നിന്നെ ഭൂമിയിലാക്കിയത്. അവന്റെ സമ്പത്തോ അവന്റെ സ്ഥാനമാനമോ അവൻ അർഹമായതോ, എന്നേക്കാൾ അവൻ അർഹനാണെന്ന് ബോധമുണ്ടായിട്ടും അവന് കിട്ടേണ്ടത് അടിച്ചു മാറ്റുന്നവൻ കള്ളനാണ്. അങ്ങനെയുള്ളവനോട് ദൈവം ചോദിക്കുന്നു, വേർ ഈസ് യുവർ ബ്രദർ? നമുക്ക് എന്ത് തിരിച്ചു വയ്ക്കാൻ കഴിയും? Am I the keeper of my brother എന്ന് ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ? ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു പറഞ്ഞ വാചകം ഓർമ്മിക്കട്ടെ, we have to be the brothers of our brothers. മറ്റുള്ളവർ അവകാശപ്പെട്ടത് അടിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. അത് നീ കള്ളന്റെ ഗണത്തിൽപ്പെട്ടവനാണ് എന്ന് നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാത്രി ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് പുരോഹിത ലേവ്യ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പ്രീസ്റ്റ് ആൻഡ് ലിവൈറ്റ്സ്. 31-32 വാക്യങ്ങൾ. വാക്യം 31. ആ വഴിയായി യാദൃച്ഛ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നു. വാക്യം 32. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ബൈ ചാൻസ് a Jewish priest came along. He crossed to the other side of the road and passed him by. A priest and a temple assistant, two religious professionals. For them, he was a nuisance to avoid. For the thieves, he was a victim to exploit. And for the priest and the Levite, he was a nuisance to avoid. മിക്കവാറും എല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങൾ വൈദിക വർഗം, ഈ മോശയുടെ ന്യായപ്രമാണം ഉദ്ധരിച്ച് ഇവരെ രണ്ടുപേരെ ന്യായീകരിക്കാറുണ്ട്. കാരണം ഒരു പക്ഷേ ആ കിടക്കുന്നത് മൃതശരീരമാണെങ്കിൽ ലേവ്യ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് അവർക്ക് അവരുടെ കർമാദികൾ ചെയ്യാൻ തടസ്സമുണ്ട്. യേശു പറയുന്നത് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും, അവരും യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നു എന്ന്. അതായത് അവർ യെരുശലേമിലേക്കല്ല പോയത്, അവരും യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. അതായത് അവരും ഫ്രം ദ ഹോളി സിറ്റി ടു ദി ബിസിനസ് സിറ്റി, അവിടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ലല്ലോ, യെരുശലേം ദേവാലയത്തെ അറിയാവുന്നവർക്കറിയാം, ഏകദേശം 20,000-ത്തിലധികം പുരോഹിതന്മാരുള്ള സ്ഥലമാണ് യെരുശലേം ദേവാലയം. അവരെ 24 ഗണങ്ങളായി, സെക്റ്റുകളായി, കൂറുകളായി തിരിച്ചിട്ടുണ്ട്. 24 ഡിവിഷൻസ്. സംഖ്യാപുസ്തകത്തിൽ കൃത്യമായി ഓരോ ഡിവിഷന്റെയും പേര് പറയുന്നു. നമുക്കറിയാം, നമ്മൾ സഖരിയ പുരോഹിതനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്നുണ്ട്, അവൻ അബിയാവ് എന്ന് പറയുന്ന മഹാപുരോഹിതന്റെ കൂറിൽ, ഗണത്തിൽ, ഡിവിഷനിൽപ്പെട്ട ആളായിരുന്നു. അബിയാ കൂറിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു സഖരിയാവ് എന്ന് നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, ഏകദേശം 20,000-ത്തിലധികം പുരോഹിതന്മാരുള്ള സ്ഥലമാണ് യെരുശലേം ദേവാലയം. അത് 24 ഡിവിഷൻസ് ആണ്. ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മണ്ഡലകാലം, നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, അവിടെ ശുശ്രൂഷ ചെയ്യാനായി ഈ 24 ഡിവിഷൻസിൽ നറുക്കിട്ട് ഒരു ഡിവിഷൻ എടുക്കും. ബാക്കിയുള്ളവർക്കൊന്നും അവിടെ ശുശ്രൂഷയില്ല. അവര് താമസിക്കുന്നത് ഈ ബിസിനസ് സിറ്റിയായ ജെറിക്കോവിലാണ്. അപ്പൊ ഇവർ രണ്ടുപേരും സത്യത്തിൽ ഇപ്പോൾ പോകുന്നത് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് തന്നെയാണ്. They were also going down from Jerusalem to Jericho. That means they were not going to the temple, rather they were going down from the temple. അപ്പോ ഞങ്ങൾക്കൊക്കെ ഇനി ന്യായീകരിക്കാൻ പറ്റും. ഇവരുടെ മനോഭാവത്തെ നമുക്ക് പുരോഹിത ലേവ്യ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം. അതായത് തിരിഞ്ഞുപോലും നോക്കാതെ പോകുന്ന ഒരു നിസ്സംഗത മനോഭാവം.
They were not ready to share their time and resources with the victim. വേറെ വിധത്തിൽ പറഞ്ഞാൽ an uncaring spirituality. എന്താ ഇവരുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത? നിന്റേതൊന്നും എനിക്ക് വേണ്ട, എന്റേതൊന്നും നിനക്ക് തരാനുമില്ല. വല്ലാത്തൊരു മനോഭാവമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയാം, നമ്മളിൽ മിക്ക ആളുകളും ഈ കാറ്റഗറിയിൽപ്പെട്ടവർ. എന്റേത് ഒന്നും നിനക്ക് തരാനില്ല, നിന്റേതൊന്നും ഒട്ടും എനിക്ക് വേണ്ടതാണ്. നിർവികാരതയുണ്ട്, നിസ്സംഗതയുണ്ട് മനോഭാവം. കേരളത്തിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി ആരംഭിച്ചപ്പോൾ അതിന്റെ വൈസ് ചാൻസലറായി കർണാടകക്കാരൻ ഡോക്ടർ UR അനന്തമൂർത്തിയാണ് നിയമിച്ചത്. അനന്തമൂർത്തി സാറ് കേരളത്തിൽ ജീവിച്ച് മടങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ വെച്ച് അനന്തമൂർത്തി സാറ് കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് ഒരു കൊച്ചു വാക്ക് പറഞ്ഞു. ദി കൾച്ചർ ഓഫ് കേരള ഈസ് എ ഡെഡ് ബോഡി കൾച്ചർ എന്ന്, ഒരു മരണ സംസ്കാരമാണ് എന്ന്. അതായത് നോ റിലേഷൻ, നോ റിയാക്ഷൻ. ഒരു കാര്യത്തിലും ഇടപെടാനില്ല, ഒന്നും അങ്ങോട്ടോട്ട് ചെയ്യാനുമില്ല. കേരളത്തിന്റെ മൊത്തം സംസ്കാരത്തെ അദ്ദേഹം അനലൈസ് ചെയ്ത് പറഞ്ഞൊരു ഭാഗമാണ്. ഇടപെടലുകളില്ലാത്ത ജീവിതം. ജീവിതവും ജീവിതാനുഭവങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അതായത് നമുക്ക് ആരുടെ ഒന്നും വേണ്ടതാനും നമുക്ക് അങ്ങോട്ടൊന്നും കൊടുക്കാനില്ല. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പൗരോഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ കാർമികൻ കാഴ്ചക്കാരനായി മാറുകയാണ്. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് മറുരൂപമലയിൽ പോയൊരു സംഭവം. അവിടെ മോശ ഏലിയാവൊക്കെ പ്രത്യക്ഷപ്പെടുകയും യേശുവുമായി സംഭാഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പത്രോസ് പറയുന്നൊരു വാചകമുണ്ടോ, ഞാന് 3 കുടിലുണ്ടാക്കാം, നമുക്ക് ഇവിടെ അങ്ങ് താമസിക്കാം. യേശു പറയുന്നു, നോ, വി ഹാവ് ടു ഗോ ഡൗൺ ടു ദ വാലി. ഈ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയേക്കാൾ ഏറ്റവും പരമപ്രധാനമാണ് ദി എക്സ്പീരിയൻസ് ഓഫ് ദ വാലി. അത് താഴ്വരയുടെ സങ്കടങ്ങളിലും മലമുകളിലെ ആധ്യാത്മികത, ഇടപെടലുകളില്ലാത്ത ഒരു സ്വയ സുഷുപ്തിയിലിരിക്കുന്ന ആധ്യാത്മികത, അതാണ് പത്രോസ് കർത്താവിനോട് പറയുന്നത്. എന്നാൽ യേശു അവരോട് പറയുന്നുണ്ട്, നോ, വി ഹാവ് ടു ഗോ ഡൗൺ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വേദഭാഗം ശ്രദ്ധിക്കുമ്പോൾ കാഷ്വാലിറ്റിയുടെ മുമ്പിലും കത്തീഡ്രലിൽ മാത്രം ശ്രദ്ധിച്ച് നടക്കുന്നവരാണ്. ആധുനിക കമ്പോള ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും കിട്ടാനില്ലാത്തടത്ത് നിന്നിട്ട് കാര്യമില്ല. കാരണം കള്ളൻ മുഴുവൻ അടിച്ചു മാറ്റി വസ്ത്രം വരെ വലിച്ചു കീറി ഉണ്ടായിരുന്ന മുഴുവൻ എടുത്തുകൊണ്ട് പോയതാണല്ലോ. ഇനി അവന്റെ അടുത്ത് പോയി നിന്നിട്ട് എന്നാ കിട്ടാനാണ്? CSI സഭയിലെ പ്രസിദ്ധനായ ഒരു പ്രസംഗകനുണ്ടായിരുന്നു, മൈക്കിൾ ജോൺ തിരുമേനി. ഞാനൊക്കെ അച്ഛനായ കാലത്ത് ഞങ്ങളുടെ ഒരു ക്ലർജി കോൺഫറൻസിൽ അഭിവന്ദനായ മൈക്കിൾ ജോൺ തിരുമേനി വന്ന ഈ വേദഭാഗം പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 10-30 വർഷം മുമ്പ് ഞാൻ കേട്ട ഒരു പ്രസംഗമാണ്, ഇന്നും എന്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ഒരു വൈദിക കോൺഫറൻസിലാണ് അദ്ദേഹം വന്ന് പറഞ്ഞത്. അദ്ദേഹം ഈ പുരോഹിത ലേവി ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. പുരോഹിതൻ വന്ന് നോക്കുമ്പോ ഈ മനുഷ്യൻ വിവസ്ത്രനായി ഒന്നുമില്ലാതെ റോഡിൽ കിടക്കുകയാണ്. പുരോഹിതൻ വിചാരിച്ചു, ഇനി ഇവന്റെ അടുത്ത് നിന്നിട്ട് എന്നാ കിട്ടാനാണ്, ഒന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി അവനെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞാണ് പുരോഹിതൻ പോയത്. അദ്ദേഹം പറയാണ്, പിന്നെ വന്നത് ലേവ്യനാണ്, അപ്പൊ കപ്പ്യാരാണ്. കപ്പ്യാര് വന്നപ്പോ ഈ മനുഷ്യൻ കിടക്കുന്ന കണ്ടപ്പോ കപ്പ്യാർ ചിന്തിക്കുകയാണ്, എന്റെ വികാരി അച്ഛൻ എന്റെ ഒപ്പം പോയത്, ഇനി അവന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യവും ഇല്ലെന്നാണ്. ഒന്നും കിട്ടാനില്ലാത്തടത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലേ? നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇതല്ലേ? എന്ത് കാഷ്വാലിറ്റിയുടെ മുമ്പിലാണ് നമ്മളൊക്കെ അവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്? ഇതൊരു നിസ്സംഗരായ മനുഷ്യരാണ് നമ്മൾ. ഇന്ന് കേരളത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാം മലയാളികളാണ്, ഇൻബോൺ മലയാളീസ് ആണ്. കേരളത്തിൽ ഒരു ആക്സിഡന്റ് ഒരാൾ റോഡിൽ കിടന്നാൽ പോലും ഒരൊറ്റ മലയാളി അവൻ എടുക്കുകയില്ല. പകരം പോയി മൊബൈലിൽ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഉടനെ ഷെയർ ചെയ്യുകയാണ്. നിസ്സംഗതയുടെ, ഇടപെടലുകളില്ലാത്ത ജീവിതാനുഭവം. അതാണ് പ്രീസ്റ്റ് ലീവൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആറ്റിറ്റ്യൂഡിലേക്ക് ശ്രദ്ധിക്കാം. അതാണ് ശമരിയക്കാരന്റെ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സാമരിറ്റൻ. 33 മുതലുള്ള വാക്യങ്ങൾ
നമുക്ക് വായിക്കാം. ഒരു ശമര്യക്കാരനോ വഴിപോകയും അവന്റെ അടുക്കലെത്തി. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. എന്താണ് ഈ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്? എനിക്കുള്ളതെല്ലാം നിനക്കുകൂടെ അവകാശപ്പെട്ടതാണ് എന്നതാണ് ശമര്യക്കാരന്റെ മനോഭാവം. For him, he was a neighbor to love. പ്രിയപ്പെട്ടവർ, ഈ ആറ്റിറ്റ്യൂഡ് ഒന്നും മറക്കരുത്. യേശു കർത്താവ് കൃത്യമായി ആ ന്യായശാസ്ത്രിയെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മയും പഠിപ്പിക്കുന്നതാണ്. For the thieves, he was a victim to exploit. For the priest and the Levite, he was a nuisance to avoid. Now for the Samaritan, he was a neighbor to love. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ he was a brother to love. ഇത് മനോഹരമായ ഭാഷാ പ്രയോഗമാണ്. നോക്കൂ, അവൻ വഴി പോകുകയും അവനെ കണ്ടു, മനസ്സലിഞ്ഞു, അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്നു, അവന്റെ മുറിവുകളെ കെട്ടി, അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. അവന്റെ മനോഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ നമ്മുടെ സമയപരിധിക്കകത്ത് തീർക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമായി അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം, അവൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, അരികെ ചെന്നു. മുമ്പേ വന്ന പുരോഹിതനെ ലേവ്യനെ ഓർമ്മയുണ്ടല്ലോ, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി, അവനെ അവോയ്ഡ് ചെയ്തു പോയി. ഈ മനുഷ്യൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, അരികെ ചെന്നു. അവനൊരു ബിസിനസ് യാത്രയിലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ. ഇതിന് കഴിയുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. He was ready to interrupt his schedule. We are all busy today, no? എന്താ പറഞ്ഞു? ബിസി അച്ഛൻ, ബിസി, ഭയങ്കര ബിസിയാണ്. He was also busy. He was on a traveling business travel, but he was ready to interrupt his busy schedule for this man. Is it possible? ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആരും ശ്രദ്ധിക്കാനില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ന്യൂസിലാൻഡ് പോലുള്ള ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു പരമപ്രധാനമായ സത്യം, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആരും ഇല്ല എന്നതാണ്. പണമില്ലാഴികയല്ല, ഇഷ്ടം പോലുണ്ട്. നമ്മുടെ ഏത് മാതാപിതാക്കൾക്കും ആർക്കും വേണമെങ്കിൽ നിമിഷാർത്ഥം കൊണ്ട് പണം എത്തിക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയും. പക്ഷേ ആരും ശ്രദ്ധിക്കാനില്ല എന്ന വലിയ പ്രശ്നം അവരൊക്കെ ഇന്ന് അഭിമുഖീകരിക്കുകയാണ്. മാതാപിതാക്കളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും മക്കളായാലും ആരും ശ്രദ്ധിക്കാൻ ഇല്ല എന്ന സ്ഥിതിയിലാണ്. എല്ലാവരും തിരക്കിലാണ്. ഒരുപക്ഷെ ഈ മനുഷ്യനും ബിസിനസ് ട്രിപ്പിലായിരുന്നിരിക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് കുടുംബത്തേക്ക് പോവുകയായിരുന്നിരിക്കാം. അപ്പോൾ അയാൾക്ക് ശ്രദ്ധിക്കാൻ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടാവാം. എന്നിട്ടും അയാൾ അവനെ കണ്ടു, അരികെ ചെന്നു. ഞാൻ ഇങ്ങനെയാ പറയുന്നത്, he was willing to inconvenience himself. നമ്മളെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ, കൺവീനിയൻസ്. പ്രിയപ്പെട്ടവരെ, അതാണ് ശരിയായ ബന്ധത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. He was willing to inconvenience himself for his brother. അതാണ് ശരിയായ ബന്ധത്തിന്റെ മനോഹാരിത. Are we ready to inconvenience ourselves? Are we ready to interrupt our busy, so-called busy schedule? 2, എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി. തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു.
He was ready to spend the available resources. കയ്യിലുള്ളത് കൊണ്ടാണല്ലോ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്, അല്ലെ? യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി തന്നെയാണ് വലിയ ഉദാഹരണം. ഒരിക്കൽ തന്നെ പ്രസംഗം കേട്ട് ആകൃഷ്ടനായി സമയവും വിശപ്പും എല്ലാം മറന്നുപോയ ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു രംഗം നമുക്കറിയാം, വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരാകട്ടെ ആ നിർദ്ദേശത്തിന്റെ അപ്രായോഗികത യേശുവിനോട് വിശദീകരിക്കുക. അവരതിന്റെ ഫൈനാൻഷ്യൽ ഇംപോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഓർഗനൈസേഷണൽ ഇംപോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും പണം നമ്മുടെ ഇല്ല, ഇത്രയും ആളുകളെ ഒന്നും കൺട്രോൾ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഇല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വാട്ട് ഡു യു ഹാവ്? ഒരുത്തൻ്റെ ഒന്നുമില്ല. പക്ഷെ അപ്പോൾ അന്ത്രയോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മറുപടി അവിടെ ഉണ്ട്. അവൻ പറയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എല്ലാവരും ഒന്നും പോസിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഈ അന്ത്രയോസ് കറങ്ങി നടന്ന് ഈ പയ്യനെ കണ്ടുപിടിക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് പൊതി അവന് ശ്രദ്ധയപ്പെട്ട് കാണും. ഞാൻ ഈ അന്ത്രയോസിനെ കുറിച്ചൊക്കെ പറയുമ്പോ പറയും, മുൻനിരയിലൊന്നുമില്ല, ഒരിടത്തും കാണാനില്ല. ഈ അന്ത്രയോസ് ഈ കൊച്ചന്റെ കയ്യിൽ നിന്ന് ഈ പൊതി വാങ്ങിക്കാൻ എന്തുമാത്രം പാടുപെട്ട് കാണും. കാരണം നമ്മുടെ മക്കളുടെ ഇല്ലേ, നമ്മളിങ്ങനെ ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു വിട്ടാൽ നമ്മളുടെ കൈ കൊടുത്തേച്ച് ചെവി പറയുന്നൊരു വായുണ്ട്, ആര് ചോദിച്ചാലും കൊടുക്കരുത്, ഇത് കുഞ്ഞിന് തിന്നാൻ വേണ്ടി ഞാൻ തന്നതാ കേട്ടോ. നമ്മൾ പറയാം, മോനെ അപ്പുറത്തെ ടോണി ചോദിക്കും കൊടുക്കരുത്, ഇപ്പുറത്തെ അവള് ചോദിക്കും കൊടുക്കരുത്, മോന് വേണ്ടി കഴിക്കാൻ വേണ്ടി തന്നു. അവന്റെ അമ്മ അങ്ങനെ ആയിരിക്കുമല്ലോ കൊടുത്തു വിട്ടത്, അല്ലേ? അപ്പൊ അവന്റെ നീ അന്ത്രയോസ് ഇത് വാങ്ങിക്കാൻ എന്തുമാത്രം പാടുപെട്ടാണോ എന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അന്ത്രയോസ് പറയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. ഇവിടെ ആ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ അത്ഭുതം നടന്നത്. നമ്മളിങ്ങനെ ഒഴികഴിവുകൾ പറയുന്നവരല്ലേ, വല്ലതും കൊടുത്താൽ കൊള്ളായിരുന്നു, പക്ഷെ എന്നാ ചെയ്യാനാ, എന്റെ കയ്യിലുള്ളത് കൊണ്ട് എന്തോ ചെയ്യാനാ. He was ready to share what was available with him. മറ്റുള്ളവന് നമ്മൾ സഹോദരങ്ങളായി തീരുന്നത് എപ്പോഴാണെന്നറിയാം? When we are ready to share what are available with us. What do you have? Are you ready to share what you have with you now? Then only we will be our brothers. സദൃശവാക്യത്തിൽ ഞാൻ പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അതാണ് ശരിയായ ബന്ധത്തിന്റെ ആത്മാർത്ഥത. നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. മൂന്നാമതായി നമ്മൾ ഈ മനുഷ്യൻ കാണുന്ന പ്രത്യേകത, അവൻ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ എത്തിച്ചു. അവനെ ആ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്ത് അപകടം കണ്ടാലും അതിന്റെ പിന്നാലെ വരാവുന്ന നൂലാമാലകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊന്ന് എത്തി നോക്കി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സ്ഥലം വിടുകയല്ലാതെ അവനെ അവിടെ ഇട്ടേച്ചു പോവുകയല്ലാതെ ഒന്നും ചെയ്യുകയില്ല. എത്രയോ മനുഷ്യരാണ് ഈ സാംസ്കാരിക കേരളത്തിൽ അപകടപ്പെട്ട് വഴിയിൽ കിടന്ന് മരിച്ചുപോയത്. അവനെ ആ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ ആ മനുഷ്യൻ തയ്യാറായി. മാത്രമല്ല, അന്ന് അയാളും ആ സത്രത്തിൽ താമസിക്കുകയാണ്. ഒരു പക്ഷേ അന്ന് അയാൾ അവിടെ താമസിക്കാനായിരിക്കാം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. അയാൾ അവിടെ താമസിക്കാറുള്ളതാണ് എന്ന് അടുത്ത വാചകത്തിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം പിറ്റേന്നാൾ അയാൾ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുക്കുകയാണ്. ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത് അന്നത്തെ ഒരാളുടെ ഒരു ദിവസത്തെ വരുമാനമാണ്. അയാൾ 2 വെള്ളിക്കാശ് കൊടുക്കുക. ഇവനെ രക്ഷ ചെയ്യണം, അധികമായി വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ചെലവാക്കപ്പെടാൻ തയ്യാറായ ഒരു മനുഷ്യനാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എനിക്കുള്ളതെല്ലാം നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്ന മനോഭാവക്കാരനാണ്.
അത് മാത്രമല്ലല്ലോ, ആ സത്രം സൂക്ഷിപ്പുകാരനോട് പറയുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കൂ. ഇതുകൊണ്ട് അവസാനിക്കുകയല്ല, ഐ വിൽ കം ബാക്ക്, ഞാൻ മടങ്ങി വരും. നീ ഇവനെ രക്ഷ ചെയ്യുന്നതിന് ഇനി എന്ത് ചെലവായാലും ഐ ആം റെഡി ടു ഗിവ് ദാറ്റ്. That means he was ready to sacrifice his future resources as well. അതാണ് ശരിയായ ബന്ധത്തിന്റെ നിസ്തുല്യത എന്ന് പറയുന്നത്. The uniqueness of real relationship. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് പറഞ്ഞു തീർക്കാൻ പ്രയാസമുള്ള ഒരു വേദഭാഗമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് ന്യായശാസ്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചു. വാക്യം 36. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവന്റെ മറുപടി, അവനോട് കരുണ കാണിച്ചവൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, യെസ്, നൗ ഗോ ആൻഡ് ഡു ദ സെയിം. നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് അതേഴ്സ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺവെൻഷന്റെ 2ാം രാത്രിയായ ഈ സമാപന രാത്രി യേശു കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, വേർ ഈസ് യുവർ ബ്രദർ? നമുക്ക് എന്താണ് മറുപടി കർത്താവിനോട് പറയാനുള്ളത്? കയീൻ ചോദിച്ചതുപോലെയാണോ ചോദിക്കുന്നത്? Am I the keeper of my brother? അതോ ന്യായശാസ്ത്രി യേശുവിനോട് ചോദിച്ച പോലെയാണോ, who is my friend or who is my brother? യേശു കർത്താവ് ഈ മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ട് ന്യായശാസ്ത്രിയോട് തിരിച്ചു ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? ഇവരിൽ ആരാണ് അവന് കൂട്ടുകാരനായി തീർന്നത്? യേശുവിനോട് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടല്ലോ, ഗോ ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് അതേഴ്സ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി എനിക്ക് നിങ്ങളോട് ഉദ്ബോധിപ്പിക്കാനുള്ള, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സ്നേഹിതനായി തീരുന്നു. നിന്റെ ഏതെങ്കിലും ജീവിത രംഗങ്ങളിൽ, ഇടപാടുകളിൽ, മാതാപിതാക്കളോട്, സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളോടോ, അയൽക്കാരോട് സ്നേഹവും കരുണയും കരുതലും കാണിക്കേണ്ടിയിരുന്ന രംഗങ്ങളിൽ നീ പുരോഹിത ലേവ്യ ആറ്റിറ്റ്യൂഡുമായി നിസ്സംഗതയോടെ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? അതോ ജീവിതത്തിന്റെ രംഗങ്ങളിൽ മറ്റുള്ളവൻ അവകാശപ്പെട്ടതൊക്കെ തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഈ കള്ളന്മാരുടെ ഗണത്തിൽപ്പെട്ട ആളാണോ? പുരോഹിത ലേവ്യ ഗണത്തിൽപ്പെട്ട ആളുകളാണോ? അതോ ശമരിയക്കാരന്റെ ഗണത്തിൽപ്പെട്ട ആളുകളാണോ? മറ്റുള്ളവനെ സ്നേഹിക്കാൻ. The attitude of the thieves, for them, he was a victim to exploiting the vulnerability of others. For the priest and the Levite, he was a nuisance to avoid. ഒഴിവാക്കാനുള്ള ഒരു ശല്യം. For the Samaritan, he was a neighbor to love, a brother to love. കർത്താവ് നമ്മോട് പറയുകയാണ് ഈ രാത്രി, go and celebrate your life, then you will have eternal life. Where is your brother? What is your answer? ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മറക്കരുത്, പരലോകത്തേക്കുള്ള വഴി നിന്റെ സഹോദരന്റെ വീട്ടുമുറ്റത്തു കൂടെയാണ്. മറക്കരുത്, പരലോകത്തേക്കുള്ള വഴി നിന്റെ സഹോദരന്റെ വീട്ടുമുറ്റത്തു കൂടെയാണ്. ഇനി നമ്മൾ ആരും കർത്താവിനോട് ചോദിക്കരുത്, ആരാണ് എൻ്റെ സഹോദരൻ? നമ്മൾ ആരും കയീനെ പോലെ ദൈവത്തോട് ചോദിക്കരുത്, am I the keeper of my brother? മറക്കരുത്,
പരലോകത്തേക്കുള്ള വഴി നിന്റെ സഹോദരന്റെ വീട്ടുമുറ്റത്തൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ യുവർ പേഷ്യന്റ് ഹിയറിംഗ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഒരു പ്രാവശ്യം കൂടെ എന്നെ ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പുതിയ ഇടവകയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം, കാണുമ്പോൾ സ്നേഹം പങ്കിടാം. Once again, thank you. God bless you all.